ഹായ്! അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് മുള്ളൂർക്കര വരെ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പാപ്പൻ്റെ മോളും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എവിടെ പോവാണെന്ന് വെച്ചാലും ഞാൻ അവളെയും കൊണ്ടുപോകും. കാരണം ഏട്ടൻ്റെ വീട്ടിലത്തെ എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അവളാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് റേഷൻ കടയ്ക്കാണ്. അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ സൂപ്പർ വാല്യൂ കൊണ്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടേക്കാണ് പോയത്. അവിടെ ബുധനാഴ്ച ദിവസങ്ങളിൽ നല്ല നല്ല ഓഫറുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. പച്ചക്കറിക്കായാലും അതെ, മറ്റ് സാധനങ്ങളൊക്കെ ആയാലും അതെ കേട്ടോ. നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്. ബുധനാഴ്ച ഉണ്ടാവാറുണ്ട്, ശനിയാഴ്ച ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഓഫറും ഉണ്ടാവാറുണ്ട്, അതിനപ്പുറം നല്ല തിരക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നീണ്ട വരിക്ക് ശേഷം ഞങ്ങൾ വെല്ലപ്രകാരം ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ പോയത് ഞങ്ങളൊരു ജ്വല്ലറിയിലേക്കാണ് കേട്ടോ. ഒരിക്കലും സ്വർണ്ണം മേടിക്കാനല്ല പോയത്, സ്വർണ്ണത്തിൻ്റെ വില അറിയാമല്ലോ. അപ്പോൾ ഇനി മുകളിലുള്ള സ്വർണ്ണം കളയണ്ടെന്ന് വിചാരിച്ചിട്ടോ. അവൾക്ക്, എൻ്റെ മോൾക്ക് ഈ സ്ക്രൂ ഇളക്കി കളയുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ, ഈ കമ്മലിൻ്റെ. അപ്പോൾ അതിന് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് സിൽവർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കളിക്കണ കുട്ടിയല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ സിൽവർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിൽവർ മേടിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് മോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് സൂപ്പർ വാല്യൂന്ന് മോപ്പ് കിട്ടിയില്ല, അപ്പോൾ അവിടുന്ന് അത് മേടിച്ചു. അങ്ങനെ ഇറങ്ങിയത് ബേക്കറിക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മോളിനെ അംഗനവാടിക്ക് വിട്ടിട്ടാണ് മുള്ളൂർക്കരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അതും മേടിച്ചിട്ട് വീട്ടിലോട്ട് പോന്നു. അപ്പം ടാറ്റാ.